തല്ല് നിർത്തിയത് മാഷ്. 8 നല്ല മുളക്കിയിരുന്ന്, 9 കോട്ടലി ഓണപ്പരീക്ഷ വരെ നല്ല തല്ലിയിരുന്ന്, അവിടെ നിന്ന് ഇങ്ങോട്ട് തല്ലിയിട്ടില്ല. KS2 ഞാൻ കയറി വരുന്ന സമയത്ത് എനിക്ക് മെമ്പർഷിപ്പ് തന്നത് ജബ്ബാർ സാറാണ്. പക്ഷെ ആ സംഘടനയെ പറ്റിയിട്ട് വളരെ നല്ല രൂപത്തിൽ 18 വർഷം നമ്മുടെ സ്കൂളിൽ നിൽക്കുകയും KHS2 12 വർഷം ഹയർ സെക്കൻഡറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാഷും കൂടെയാണ്. മാഷാണ് എന്നെ യഥാർത്ഥത്തിൽ ആ വിദ്യാലയത്തിൽ ഒരു അധ്യാപകനായി ഇന്ത്യയെ നീ എടുക്കണം, എന്ത് പഠിച്ചു വരണം അധ്യാപകനായി. ഇപ്പോഴും ഞാൻ ഹയർ സെക്കൻഡറിയിലെ കോഴ്സ് വളരെ നല്ല രൂപത്തിൽ പഠിക്കാൻ എനിക്ക് മോട്ടിവേഷൻ തന്ന ഹിന്ദി സൈനികൻ സാറെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. ഒന്നുകൂടിയൊക്കെ നന്നായി ഇപ്പോ നല്ല പാട്ടുകാരനായി ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ 2 വാക്ക് സംസാരിക്കുകയും അതേപോലെ തന്നെ 1-2 ഗാനങ്ങളൊക്കെ ആലപിച്ച് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റായി നമ്മുടെ ഈ പ്രോഗ്രാമിൽ സംസാരിക്കും. അതിനുവേണ്ടി അബിൻദാസിനെ ആദരവോടും ക്ഷണിക്കുകയാണ്. മറ്റ് ഭാരവാഹികളെ, ആയിരത്തി 1993 ഞാനിവിടെ സ്കൂളിലെ അധ്യാപകനായി വരുന്നത്. അന്ന് ഞാനും ജബ്ബാർ മാഷൊക്കെ കൂടെ ഒരുമിച്ച് വന്നതാണ്. ചില കാരണങ്ങൾ കൊണ്ട് 93 എന്ന വർഷം എനിക്ക് നഷ്ടമായി. എന്നിട്ടും ഹിന്ദിക്ക് മറ്റൊരു അധ്യാപകനെ തേടാതെ നമ്മളെ ഫവാദ് മാഷിന്റെ ഉപ്പയാണ് എന്നെ സ്കൂളിൽ പിടിച്ചു നിർത്തിയത്. അദ്ദേഹത്തോടുള്ള ആ കടപ്പാട് ഞാൻ ഇടയ്ക്കിടെ എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നൽകാറുണ്ട്. പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്, നല്ലവരായ ആളുകൾ സമൂഹത്തിൽ കൂടുതൽ ഉണ്ടാവില്ല. അതിൽ പെട്ടതാണ് നമ്മുടെ ഫവാദ് മാഷിന്റെ ഉപ്പ. എൻ്റെ കൂടെ പഠിച്ച മറ്റൊരാളായിരുന്നു, വടകരന്നുള്ള മറ്റൊരാളായിരുന്നു ആദ്യം ഇവിടെ വന്ന് 1:45 പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കാതെ എനിക്ക് അത് 1:55 തന്നത്. എന്തായാലും അന്ന് തന്നെ നമ്മളെ സ്കൂളിലേക്ക് എന്നെ കൊണ്ടുവന്നത് നമ്മുടെ ഖാദർ മാഷാണ്. അദ്ദേഹത്തോടുള്ള ആ കടപ്പാടും ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു. പലപ്പോഴും ഞാൻ ഖാദർ മാഷക്കും മൊയ്തീൻ മാഷക്കും സൈനുദ്ദീൻ മാഷക്കൊക്കെ എൻ്റെ പ്രാർത്ഥനകളിൽ അവരൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അവർ ചെയ്ത ആ സേവനങ്ങളൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. എന്നെ ഓർമ്മിക്കുന്നു. കൂടാതെ ഞങ്ങള് സ്കൂളിൽ ജോലി തുടങ്ങിയ ആ സാഹചര്യങ്ങളിൽ നമ്മുടെ KSU വളരെ ചെറിയ ഒരു സംഘടന. അതിൻ്റെ സബ് ജില്ലാ കമ്മിറ്റി തന്നെ വിളിച്ചാൽ ഇത്രത്തോളം വലിയൊരു സദസ്സ് ഉണ്ടായിരുന്നില്ല. സബ് ജില്ലാ കമ്മിറ്റി വിളിച്ചാൽ തന്നെ ഇത്രമാത്രം ഒരു വലിയ സദസ്സ് ഉണ്ടായിരുന്നില്ല. ഒന്നാണ് വർക്ക് എടുക്കുന്നവർക്ക് റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവണം. കൂടുതൽ സമയത്ത് സ്കൂളിൽ ചെലവഴിക്കുക. ഒപ്പം നമ്മളെ വീട്ടിലെ കാര്യം നോക്കണ്ടെന്നല്ല, മക്കളുടെ കാര്യം നോക്കണ്ടെന്നല്ല, അത് നോക്കുക. പിന്നെ ഇതിന് പ്രാധാന്യം കൊടുക്കുക, നമ്മുടെ ജോലിക്ക് പ്രാധാന്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ള സമയം ചെയ്യാം. ഞാനിപ്പോൾ വാർഡ് മെമ്പറൊക്കെ ആയെങ്കിലും ആ സമയത്ത് പോലും സ്കൂളിന്റെ കാര്യം മുടക്കിയിട്ടില്ല. അപ്പൊ ഞാൻ അന്ന് എന്റെ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ജാഫറിനെ പല ഫോം ഫില്ല് ചെയ്യാനും പഞ്ചായത്തിൽ പോകാനൊക്കെ ഏൽപ്പിച്ചിരുന്നു. അപ്പോ അല്ല മെമ്പറാകുമ്പോൾ പഞ്ചായത്തിൽ എനിക്ക് വേണ്ടിയിട്ട് അവനൊക്കെ ഇന്ന് പലപ്പോഴും പോയിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂളിന്റെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും വിട്ടു കൊടുക്കരുത്.
പരമാവധി ചെയ്യാം. കരുതി കൂട്ടിയിട്ട്